എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. VFA നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഡേറ്റ് വന്നു അല്ലേ? അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മലയാളം വളരെ ലളിതമാക്കാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കാണുക, അഭിപ്രായങ്ങൾ പറയുക, ഇത് നിങ്ങൾക്ക് സഹായകരമാകുന്നുണ്ടോ എന്ന് പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുടെ മുന്നോട്ട് പോകാം. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും കൂടുതൽ കഠിനമായി കൊണ്ടുവരികയാണ് പരീക്ഷകൾ. ഒരു 5-6 ചോദ്യങ്ങൾ എളുപ്പമുള്ളതും ബാക്കി ഒരു 3-4 ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമാണ്. അപ്പോൾ അതിനെ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ ഓരോ ചോദ്യവും ഉത്തരവും അതിൻ്റെ വിശദീകരണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നോക്കിയാലോ, ആദ്യത്തെ ചോദ്യമാണേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സതീർത്ഥ്യൻ, 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 അതുപോലെ തന്നെ സതീർത്ഥ്യൻ. ഇതിലേതാണ് സതീർത്ഥ്യൻ എന്ന് ശരിയായി എഴുതിയിരിക്കുന്ന രൂപം എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ്? സതീർത്ഥ്യൻ എന്ന് എഴുതുന്നത്, അതായത് കൂട്ടുകാരൻ, സുഹൃത്ത് എന്നർത്ഥം വരുന്ന സതീർത്ഥ്യൻ എന്ന് പറയുന്ന പദം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ശരിയായിട്ടുള്ള രൂപം. എന്താണ് സതീർത്ഥ്യൻ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം? സതീർത്ഥ്യൻ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം കൂട്ടുകാരൻ എന്നാണ്. കൂട്ടുകാരൻ, അതുപോലെ തന്നെ എന്താ, തോഴൻ, മിത്രം, എന്താണ്, സഖാവ്, സുഹൃത്ത്, ഇവയെല്ലാം തന്നെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സതീർത്ഥ്യൻ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. ഇതുകൂടാതെ തന്നെ ഒരു പദമാണ് വയസ്യൻ. വയസ്യൻ, വയസ്യൻ എന്ന് പറയുന്ന പദം. വയസ്യൻ എന്ന് പറയുന്ന പദം, വയസ്സൻ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആളിനെയാണ്, വയസ്സേറിയ ആളിനെയാണ് നമ്മൾ വയസ്സൻ എന്ന് പറയുന്നത്. എന്നാൽ വയസ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, സുഹൃത്ത് എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ്, വയസ്യൻ എന്ന് പറയുന്ന പദത്തിനും സുഹൃത്ത് എന്ന് തന്നെയാണ്. എന്നാൽ വയസ്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വയസ്സായ ആൾ, പ്രായമേറിയ ആൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതെല്ലാം തന്നെയും സതീർത്ഥ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. സതീർത്ഥ്യൻ എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. തായും ധായും കൂടെ ചേർന്ന ഈ ഒരു രൂപമാണ് സതീർത്ഥ്യൻ എന്ന് പറയുന്ന പദത്തിൽ എഴുതാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഈ ഒരു തായും ധായും കൂടെ ചേർന്ന് ഈ ഒരു രൂപം ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഒരു പദങ്ങൾ? ഏതൊക്കെയാണ്? യാഥാർത്ഥ്യം അല്ലെ, യാഥാർത്ഥ്യം, ആത്മാർത്ഥത, ആത്മാർത്ഥത. പിന്നീട് പല പരീക്ഷകളിലും മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് വിദ്യാർത്ഥി അല്ലെ, വിദ്യാർത്ഥി. പിന്നെന്താ, അതുപോലെ തന്നെ നവോത്ഥാനം, നവോത്ഥാനം, നവോത്ഥാനം. ഇങ്ങനെയുള്ളതെല്ലാം തന്നെയും ഈ ഒരു ധാ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ വേറെ ഏതൊക്കെ വാക്കുകളുണ്ട്? അഭ്യർത്ഥന അല്ലെ, അഭ്യർത്ഥന, അതുപോലെ തന്നെ തീർത്ഥാടനം, തീർത്ഥാടനം, പ്രാർത്ഥന. ഇതെല്ലാം തന്നെയും ഈ ഒരു ധാ ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? നമ്മുടെ ക്ലാസ്സുകൾ, ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകൾ നമ്മൾ മലയാളത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വിഷയങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ പറയാനുണ്ട്. നമ്മുടെ VFA പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മളെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴോട്ട് നമ്മൾ വീഡിയോകൾ നോക്കുന്ന സമയത്ത് മലയാളം ക്ലാസ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്, പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. മീമാംസ, വിവക്ഷ, ജിഗീഷ, ദിദൃക്ഷ. ഇതിലേതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, വിവക്ഷ എന്നുള്ളതാണ്. പറയാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ വിവക്ഷു എന്നാണ് പറയുന്നത്. ജിഗീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ ജിഗീഷ എന്ന് പറയുന്നത്. ദിദൃക്ഷ എന്ന് പറയുന്നത് കാണാനുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ ദിദൃക്ഷ എന്ന് പറയുന്നത്. ദിദൃക്ഷ, കാണാനുള്ള ആഗ്രഹം. ഇനി മീമാംസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മീമാംസ, മീമാംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ
അധികാരത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള അന്വേഷണത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ആധികാരികമായ അന്വേഷണത്തിനെയാണ് നമ്മൾ മീമാംസ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ എന്താ, ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹമാണെന്നും, ചികീർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ആഗ്രഹമാണെന്നും, എന്താണ് മുമുക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുമുക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒറ്റപ്പദങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് എന്നാണ്. പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ്. അപ്പൊ എന്താണ് തിക്തം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം? തിക്തം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ്. നമ്മൾ പറയാറുണ്ട് ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്ന് പറയാറുണ്ട്. കയ്പേറിയ അനുഭവങ്ങൾ കൂടെയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ തിക്തം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കയ്പിന്റെ വിപരീത പദം എന്ന് പറയുന്നത് എന്താണ്? മധുരം എന്നാണ് അല്ലെ. അപ്പൊ തിക്തം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് മധുരം എന്നുള്ളതാണ്. തിക്തം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം. അങ്ങനെയാണെങ്കിൽ നക്തം എന്ന് പറയുന്ന പദമുണ്ട്. നഗ്നം എന്നുള്ളതല്ല, നക്തം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? നക്തം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട്, രാത്രി എന്നൊക്കെയാണ്. നക്തം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം. അതിന്റെ വിപരീതം എന്ന് പറയുന്നത് ദിവം എന്നുള്ളതാണ്. പകൽ, വെളിച്ചം എന്നുള്ള അർത്ഥത്തിലാണ് ദിവം എന്ന് പറയുന്ന പദം. അപ്പോ തിക്തം മധുരം, നക്തം ദിവം, ഈ രണ്ട് വിപരീതങ്ങൾ ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? ഒരുപാട് ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആപ്പിൾ കണ്ണുകൾ എന്നാണോ, വലിയ കണ്ണുകൾ എന്നുള്ളതാണോ, അല്ലെങ്കിൽ കണ്ണിലുണ്ണി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺകുരു എന്നുള്ളതാണോ? ഏതാണ് ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ആപ്പിൾ ഓഫ് ദി ഐ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ണിലുണ്ണി എന്ന് നമ്മൾ പറയുന്ന ഒരു ശൈലിക്ക് പകരമായിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷയാണ് എന്താണ്? ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറയുന്നത്. കണ്ണിലുണ്ണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടത്, എല്ലാവർക്കും പ്രിയപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ആപ്പിൾ ഓഫ് ദി ഐ അല്ലെങ്കിൽ കണ്ണിലുണ്ണി എന്ന് പറയുന്ന പദത്തിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലിയുടെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സിക്ക് ആസ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്ക് ആസ് എ ഡോഗ്, തീരെ അവശനായ എന്നാണ് സിക്ക് ആസ് എ ഡോഗ് എന്ന് പറയുന്നത്. സിക്ക് ആസ് എ ഡോഗ്, തീരെ അവശനായ. എ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കീർണമായ പ്രശ്നം എന്നാണ്. സങ്കീർണമായ പ്രശ്നം. അതുപോലെ തന്നെ bark up the wrong tree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ് ബാർക്ക് അപ്പ് ദ റോങ് ട്രീ എന്ന് പറയുന്നത്. ബാർക്ക് അപ്പ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നാണ്. അതുപോലെ തന്നെ ബേർഡ്സ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹഗ വീക്ഷണമാണ് എ ബേർഡ്സ് വ്യൂ. അതുപോലെ തന്നെ ലയൺ ഷെയർ, സിംഹഭാഗം, ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളും ശൈലികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പരിഭാഷ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം നോക്കിയാ, മീൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? അടുത്ത ചോദ്യം, മീൻ എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ചരം, ചാട, ഭാജനം, ചഷം. ഇതിലേതാണ് മീൻ എന്ന അർത്ഥം വരുന്ന പദം? നമ്മുടെ പണ്ട് ബാലപാഠമൊക്കെ പഠിക്കുന്ന സമയത്ത് ഛ എന്ന് പറയുന്ന ഒരു അക്ഷരത്തെ കുറിക്കാൻ വേണ്ടിയിട്ട്, ആ അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലപാഠത്തിലുള്ള ഒരു വാക്കായിരുന്നു ചഷം എന്നുള്ളത്. അതിന്റെ അരികിലായിട്ട് അതിന്റെ ചിത്രമൊക്കെ ഉണ്ടായിരിക്കും. ചഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻ എന്നാണ് അല്ലെ. മത്സ്യം എന്നാണ് ചഷം എന്ന് പറയുന്ന പദത്തിനർത്ഥം. ചഷം, മത്സ്യം. അപ്പൊ ചഷം എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ ചരം എന്താണ്?
ചരം. ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുവി, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം എന്നൊക്കെയുള്ളതാണ് ചരം എന്ന് പറയുന്ന പദത്തിനർത്ഥം. ചരി എന്ന് പറയുന്ന പദത്തിനർത്ഥവും അങ്ങനെ തന്നെയാണ്. അരുവി, നീരുറവ എന്നിവയൊക്കെയാണ് എന്താണ് നമ്മുടെ ചരി, അതുപോലെ തന്നെ ചരം, ചരി എന്നീ പദങ്ങളുടെ അർത്ഥം എന്ന് പറയാം. അതുപോലെ തന്നെ ചാടം. ചാടം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചാടം. ചാടം എന്ന് പറയുന്ന പദം കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? ചാടം എന്ന് പറയുന്ന പദത്തിനർത്ഥം വള്ളിക്കുടിൽ, അതുപോലെ തന്നെ മരപ്പന്തൽ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ചാടം എന്ന് പറയുന്ന പദത്തിനർത്ഥം. അപ്പൊ ചരി, ചരം, നിർച്ചരം എന്നൊക്കെ പറയുന്നത് അരുവി, നീരുറവ, നദി എന്നിവയൊക്കെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുപോലെ തന്നെ ചാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കുടിൽ, അതുപോലെ തന്നെ മരപ്പന്തൽ എന്നിവയൊക്കെയാണ് ഈ ചാടം എന്ന് പറയുന്ന പദത്തിനർത്ഥം. ഇനി ഭാജനം. ഭാജനം എന്ന് പറയുന്ന പദത്തിനർത്ഥം സ്നേഹഭാജനം എന്ന് പറയാറുണ്ട് നമ്മളല്ലേ. സ്നേഹഭാജനം, നീ എൻ്റെ സ്നേഹഭാജനമാണ്. ഭാജനം എന്ന വാക്കിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ്, സ്നേഹത്തിന്റെ ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിലാണ് സ്നേഹഭാജനം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് സ്നേഹഭാജനം ഉപയോഗിക്കുന്നത്. അപ്പം ഭാജനം എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്ന് പറയുന്നത് ഇരിപ്പിടം എന്നുള്ളതാണ്. എന്താണ്? ഇരിപ്പിടം എന്നുള്ളതാണ്. അപ്പം ചഷം എന്ന് പറയുന്ന പദത്തിന്റെ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എന്നുള്ള അർത്ഥമാണ്. മീൻ എന്നുള്ള അർത്ഥമാണ് ചഷം എന്ന് പറയുന്ന പദത്തിനർത്ഥം. അങ്ങനെയാണെങ്കിൽ മീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മത്സ്യം എന്ന് പറയുന്ന പദത്തിന്റെ മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ്? മകരം, അതുപോലെ തന്നെ അണ്ഡജം എന്നിങ്ങനെയൊക്കെയുള്ള പര്യായങ്ങൾ അല്ലെങ്കിൽ സമാനാർത്ഥ പദങ്ങൾ നമ്മൾ മീനിൻ്റെതായിട്ട് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇത് കൂടാതെ തന്നെ നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പദമാണ് ച എന്ന അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില്ലി. ചില്ലി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില്ലിക, ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചില്ലി, ചില്ലിക എന്നൊക്കെ പറയുന്നത് ചീവീടിന്റെ പര്യായമാണ്. അല്ലെങ്കിൽ ചീവീട് എന്നുള്ളതാണ് ചില്ലി, ചില്ലിക എന്നിങ്ങനെയൊക്കെയുള്ള പദത്തിന്റെ അർത്ഥം. അപ്പം ചില്ലി എന്ന് പറഞ്ഞാലും ചില്ലിക എന്ന് പറഞ്ഞാലും ചീവീട് എന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റുപാടുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റുപാടുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ധനാശി പാടുക, ബി ശിങ്കിടി പാടുക, സി ഭരതവാക്യം, ഡി നക്ഷത്രം എണ്ണിക്കുക. അപ്പൊ ഈ ധനാശി പാടുക, ശിങ്കിടി പാടിക്കുക, ശതകം ചൊല്ലിക്കുക, അല്ലെങ്കിൽ ഭരതവാക്യം ചൊല്ലുക എന്നൊക്കെ പറയുന്ന കുറച്ചധികം ശൈലികൾ നമുക്കുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റുപാടുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി എന്ന് പറയുന്നത് ശിങ്കിടി പാടുക എന്നുള്ളതാണ്. ശിങ്കിടി പാടുക എന്നുള്ളതാണ് എന്താണ് ഏറ്റുപാടുക എന്ന് പറയുന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഇത് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഥകളിയിൽ കൂടെ പാടുന്ന ഏറ്റുപാടുന്ന ആൾക്കാരെയാണ് നമ്മൾ ശിങ്കിടികൾ എന്ന് പറയുന്ന അത്തരത്തിൽ പാടുന്നതാണ് ശിങ്കിടി പാടുക എന്ന് പറയുന്നത്. അപ്പൊ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ്, അതൊന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും കഥകളിയുമായിട്ട് ബന്ധമല്ലാത്ത പദം ഏത് അല്ലെങ്കിൽ ശൈലി ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക, കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണേ. ഇനി ധനാശി പാടുക, അതുപോലെ തന്നെ ഭരതവാക്യം ചൊല്ലുക അല്ലെങ്കിൽ ഭരതവാക്യം, അതുപോലെ തന്നെ കലശം ചവിട്ടുക, ഇവയെല്ലാം തന്നെയും അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലികളാണ്. ഏതൊക്കെയാണ്? ധനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക അല്ലെങ്കിൽ ഭരതവാക്യം എന്ന് പറഞ്ഞാൽ അവസാനം എന്നുള്ളതാണ്. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക, അവസാനത്തേതെന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ കലശം ചവിട്ടുക. ഈ മൂന്ന് ശൈലികളുടെയും അർത്ഥം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക, അവസാനം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രം എണ്ണിക്കുക, അതുപോലെ തന്നെ ചെണ്ട കൊട്ടിക്കുക, അതുപോലെ തന്നെ ശതകം ചൊല്ലിക്കുക, ഇവയെല്ലാം തന്നെ ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്ന ശൈലികളാണ്. നോക്കാം. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുക, അതുപോലെ തന്നെ വിഷമിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്.
അതുപോലെ തന്നെ ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാലും കഷ്ടപ്പെടുത്തുക, വിഷമിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ നക്ഷത്രം എണ്ണിക്കുക, ശതകം ചൊല്ലിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുത്തുക, വിഷമിപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥമാണ്. എന്താണ്? നക്ഷത്രം എണ്ണിക്കുക, ശതകം ചൊല്ലിക്കുക. ഇനി ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാലും കളിയാക്കുക, അതുപോലെ തന്നെ വിഷമിപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥമാണ് ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ശൈലിക്കും ഉള്ളത്. അപ്പൊ അത്രയൊന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ധനാശി പാടുക, ഭരതവാക്യം ചൊല്ലുക, കലശം ചവിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തേത് അല്ലെങ്കിൽ അവസാനം എന്നുള്ള അർത്ഥമാണ്. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ ഏറ്റുപാടുക എന്നുള്ളതാണ് അർത്ഥം. നക്ഷത്രം എണ്ണിക്കുക, ചെണ്ട കൊട്ടിക്കുക, ശതകം ചൊല്ലിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പിക്കുക, വിഷമിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് പ്രയോഗങ്ങളാണ് ഈ കേളികൊട്ട് എന്ന് പറയുന്നത്. കേളികൊട്ട്, അതുപോലെ തന്നെ നാന്ദി കുറിക്കുക. എന്താണ്? കേളികൊട്ട്, നാന്ദി കുറിക്കുക. ഇവയുടെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ആരംഭിക്കുക, അല്ലെങ്കിൽ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആരംഭിക്കുക, തുടക്കം കുറിക്കുക എന്നിങ്ങനെ പറയുന്നതാണ് കേളികൊട്ട്, നാന്ദി കുറിക്കുക. ഇവയൊക്കെ തന്നെയും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പ്രയോഗങ്ങളാണ് അല്ലെങ്കിൽ പദങ്ങളാണ്. ഇവിടെ ധനാശി പാടുക എന്ന് പറയുന്നതും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എന്താണ് പദമാണ്. അതുപോലെ തന്നെ ശിങ്കിടി പാടുക എന്ന് പറയുന്നതും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഭരതവാക്യം ചൊല്ലുക എന്ന് പറയുന്നത് നാടകവുമായിട്ട് ബന്ധപ്പെട്ടത്. എന്താണ്? നാടകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭരതവാക്യം ചൊല്ലുക, അല്ലെങ്കിൽ ഭരതവാക്യം എന്ന് പറയുന്നത് നാടകത്തിന് അവസാനം ഭരതവാക്യം ചൊല്ലിയാണ് നാടകങ്ങൾ അവസാനിപ്പിക്കാറുള്ളത്, സംസ്കൃത നാടകങ്ങൾ. അപ്പൊ അത്തരത്തിൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് എന്താണ്? ഭരതവാക്യം എന്ന് പറയുന്ന പദം. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ചുമ എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ചുമ എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ VFAയുടെ പ്രീവിയസ് ചോദ്യമാണേ. കല്യം, കലിക, കൽപ്പകം, കാസം, ഇതിലേതാണ് ചുമ എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. കാസം എന്നുള്ളതാണ്. കാസം എന്നുള്ളതാണ് എന്താണ്? ചുമ എന്നർത്ഥം വരുന്ന പദം. കാസം എന്നുള്ളതാണ് ചുമ എന്നർത്ഥം വരുന്ന പദം. ഇനി കല്യം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? കല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, സുഖം എന്നുള്ള അർത്ഥത്തിലാണ് കല്യം എന്ന് പറയുന്ന പദം. ഇനി കലിക എന്ന് പറഞ്ഞാൽ കലികയും ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. പൂമുട്ട്. കലിക എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമുട്ട് എന്നുള്ളതാണ്. ഇനി കൽപ്പകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പവൃക്ഷം, തെങ്ങ് എന്നുള്ള അർത്ഥത്തിലാണ്, തെങ്ങ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കരി അധികം പുലി ചേർത്തെഴുതിയ രൂപം ഏതെന്നുള്ളതാണ് ചോദ്യം. കരിമ്പുലിയാണോ, കരിപ്പുലിയാണോ, കരിമ്പുലിയാണോ, കരിപുലിയാണോ? ഏതാണ് കരി അധികം പുലി എന്ന് പറയുന്ന രൂപങ്ങൾ ചേർത്തെഴുതുന്ന രൂപം ഏതാണെന്നുള്ളതാണ് ചോദ്യം. സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം കരി അധികം പുലി എന്ന് ചേർത്തെഴുതിയാൽ കരിമ്പുലി എന്നുള്ളതാണ് ആവുന്നത് അല്ലേ. കരി അധികം പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പുലിയാണ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് കരിമ്പുലി ആയിട്ട് മാറുന്നത്? ഏത് സന്ധിയാണത്? സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ഇവിടെ ഏത് സന്ധിയാണ് വന്നിരിക്കുന്നത്? 4 തരത്തിലുള്ള സന്ധിയാണ് നമുക്കുള്ളത്. ഇവിടെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കാം. കരി അധികം പുലി, കരി അധികം പുലി എന്ന് പറയുന്നത് കരിമ്പുലിയാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. കരിമ്പുലിയാണ്. കരി എന്ന് പറയുന്ന പദം അവിടെ തന്നെയുണ്ട്. ഇനി പുലി എന്ന് പറയുന്ന പദവും ഇവിടെ തന്നെയുണ്ട്. കാരണം ഇമ്പ എന്ന് പറയുന്നത് മായും പായും കൂടെ ചേർന്ന രൂപമാണ്. അപ്പൊ പാ അവിടെ തന്നെയുണ്ട്. പകരം മാ എന്ന് പറയുന്ന പുതിയൊരാള് അവിടെ വന്നു ചേർന്നു. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം പുതുതായിട്ട് വരികയാണ്. മറ്റൊരു വർണ്ണത്തിനും അവിടെ മാറ്റമൊന്നുമില്ല. ഒരു വർണ്ണം പുതുതായിട്ട് വരിക മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സന്ധി ഏതാണ്? ആഗമസന്ധിയാണ് അല്ലെ. വരുന്നത് ആഗമം, ആഗമസന്ധി എന്നുള്ളതാണ്. അപ്പൊ അവിടെ മറ്റു വർണ്ണങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയും മ എന്ന് പറയുന്ന വർണ്ണം ആഗമിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ആഗമസന്ധിയാണ്. സന്ധി എന്ന് പറയുന്നത് ആഗമസന്ധിയാണ്. കരി അധികം പുലി എന്ന് പറയുന്നത് കരിമ്പുലി തന്നെയാണ്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ കരി അധികം ഇല, കരി അധികം ഇല ചേർത്തെഴുതിയ രൂപം എന്നാണ് കരിയില അല്ലെ. കരിയില.
അതുപോലെ തന്നെ കരി അധികം പന, കരി അധികം പന, കരി അധികം പന ചേർത്ത് എഴുതിയ രൂപം ഏതാണ്? കരിമ്പനയാണ് അല്ലെ, കരിമ്പന. നമ്മുടെ കരിമ്പുലി വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ കരിമ്പനയും വരുന്നത്. അതുപോലെ തന്നെ കരി അധികം ഇല ചേർത്ത് എഴുതുന്ന സമയത്ത് കരി അവിടെ തന്നെയുണ്ട്, ഇല എന്ന് പറയുന്ന രൂപം അവിടെ തന്നെയുണ്ട്, എന്ന് പറയുന്ന ഒരു പുതിയ വർണ്ണം അവിടെ ആഗമിച്ചത് കൊണ്ട് തന്നെ, കടന്നു വന്നത് കൊണ്ട് തന്നെ അവിടെയും ആഗമസന്ധിയാണ്. കരി അധികം പന എന്ന് പറഞ്ഞ് കരിമ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഗമസന്ധി തന്നെയാണ്. അപ്പൊ ഈ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. അധ്യാപകന്മാർ, സ്വാമികൾ, വേലക്കാർ, മരങ്ങൾ. അപ്പോൾ നമ്മുടെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം. പൂജക ബഹുവചനം എന്ന് പറയുന്നത് പേരിൽ മാത്രം ബഹുവചനമുള്ള ആളാണ്, ആള് ഒറ്റയായിട്ട് നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഏതാണ്? അധ്യാപകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നിലധികം ആളുണ്ട്. നമ്മുടെ പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ അർത്ഥം കൊണ്ട് ഒരൊറ്റ ആള് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ രൂപം കൊണ്ട് നമ്മൾ കാണുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടെന്ന് തോന്നും. കാരണം ബഹുവചന പ്രത്യയങ്ങളായിട്ടുള്ള ആർ, മാർ, കൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട്. എന്നാൽ അർത്ഥം എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അധ്യാപകന്മാർ എന്ന് പറഞ്ഞ അർത്ഥം എടുക്കുമ്പോൾ എന്താണ്? അധ്യാപകന്മാർ, ഒന്നിലധികം ആൾക്കാര് അല്ലെ, ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അടുത്തത് സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, സ്വാമികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. ആള് ഒറ്റയാണ്, ആളോടുള്ള ബഹുമാന സൂചകമാർത്ഥമാണ് നമ്മൾ കൾ എന്ന് പറയുന്ന പ്രത്യയം അവിടെ ചേർത്തിരിക്കുന്നത്. ആള് ഒറ്റയാണ്. ഇനി വേലക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നിലധികം ആൾക്കാരെ കുറിക്കുന്നതാണ്. ഇനി മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നിലധികം ആൾക്കാരെ കുറിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അധ്യാപകന്മാർ എന്ന് പറയുന്നത് ഏത് തരം ബഹുവചനമാണ്? നമുക്ക് ബഹുവചനം എന്ന് പറയുന്നത് 3 തരത്തിലാണ്. സലിംഗ ബഹുവചനമുണ്ട്, അലിംഗ ബഹുവചനമുണ്ട്, പൂജക ബഹുവചനമുണ്ട്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും ഇത് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വചനവുമായിട്ടുള്ള ചോദ്യം ആരും തെറ്റിക്കാനായിട്ട് പാടില്ല. അധ്യാപകന്മാരെന്ന് പറയുന്ന സമയത്ത് ആൺവർഗത്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ലിംഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അത് സലിംഗ ബഹുവചനമാണെന്ന് നമുക്ക് മനസ്സിലാവും. അധ്യാപകന്മാർ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനമാണ്. സ്വാമികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. ഇനി വേലക്കാർ എന്ന് പറയുമ്പോൾ വേലക്കാരന്മാരാണോ വേലക്കാരികളാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് നിശ്ചയമില്ല. രണ്ടുപേരും ഇടകലർന്നുള്ളതാണെന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ട് ഏത് ലിംഗത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് നമ്മളവയെ അലിംഗ ബഹുവചനം എന്ന് പറയും. അലിംഗ ബഹുവചനം. ഇനി എന്താണ്? മരങ്ങൾ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനം തന്നെയാണ്. നപുംസകം ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് ലിംഗം നിർണ്ണയിക്കാനായിട്ട് പറ്റാത്തവയെല്ലാം നമ്മൾ നപുംസക ലിംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവയെ അങ്ങനെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മൾ സലിംഗത്തിന്റെ കൂടെയാണ് അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും സലിംഗ ബഹുവചനം തന്നെയാണ്. അപ്പം ബഹുവചനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. സ്വാമികൾ, അവർ, അവർകൾ, നിങ്ങൾ, താങ്കൾ, അതുപോലെ തന്നെ ന്യായാധിപർ, പത്രാധിപർ എന്നിങ്ങനെയുള്ള പദങ്ങളെല്ലാം തന്നെയും പൂജക ബഹുവചനത്തിനെ കുറിക്കാനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം നോക്കാം. വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം. വിഗ്രഹാർത്ഥമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വെയിൽ നാളം എന്ന് പറയുന്ന പദത്തിന്റെ വിഗ്രഹരൂപം അല്ലെങ്കിൽ വിപുലീകരിച്ച രൂപം എന്നുള്ളതാണ് ചോദ്യം. വെയിലിന്റെ നാളം എന്നുള്ളതാണോ, വെയിലാലുള്ള നാളം എന്നുള്ളതാണോ, വെയിലിലുള്ള നാളം എന്നുള്ളതാണോ, വെയിൽ കൊണ്ടുള്ള നാളം എന്നുള്ളതാണോ ശരിയായിട്ടുള്ള വിഗ്രഹാർത്ഥം? ഏതാണ്? വെയിലിന്റെ നാളം അല്ലേ? വെയിൽ നാളം എന്ന് പറയുമ്പോൾ വെയിലിന്റെ നാളമാണ് വെയിൽ നാളം. ഉത്തരം ഏതാണ്? വെയിലിന്റെ നാളമാണ് വെയിൽ നാളം. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന വെയിൽ ശരിയായത് ഏതെല്ലാം? എതിർലിംഗ ജോഡികളാണ് തന്നിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ഭഗവാൻ ഭവതി ശരിയാണോ? നോക്കാം. പ്രേയൻ പ്രേയസി, ഗണകൻ ഗണിക, വിധുരൻ വിധവ. ഭഗവാൻ ഭവതി ശരിയാണോ? ഭഗവാൻ എന്നുള്ളതിന്റെ ശരിയായ സ്ത്രീലിംഗ രൂപം തന്നെയാണോ ഭവതി? അല്ല. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ എതിർലിംഗം സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് ഭവതിയല്ല, ഭഗവതി. ഇനി ഭവതി എന്നുള്ളത് ഏതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്? ആരുടെ സ്ത്രീലിംഗ രൂപമാണ് ഭവതി? ഭവാനാണെന്നുണ്ടെങ്കിൽ, ഭവാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഭവതി ശരിയാണ്. ഭവാന്റെ എതിർലിംഗം ഭവതിയാണ്. എന്നാൽ ഭഗവാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഭഗവതിയാണ് എതിർലിംഗ രൂപമായിട്ട് വരുന്നത്. അടുത്ത പ്രേയൻ. പ്രേയൻ എന്നുള്ളതിന്റെ എതിർലിംഗ രൂപം തന്നെയാണ് പ്രേയസി. അപ്പൊ അത് ശരിയായിട്ടുള്ളത് തന്നെയാണ്. ഇനി ഗണകൻ, ഗണിക. ഗണകൻ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ജോത്സ്യൻ, ഗണിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് ഗണകൻ എന്ന് പറയുന്ന പദത്തിനർത്ഥം. എന്നാൽ ഗണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേശ്യ അല്ലെങ്കിൽ സെക്സ് വർക്കർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഗണിക എന്ന് പറയുന്ന പദം. അപ്പോൾ ഒരിക്കലും ഗണകൻ എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗമല്ല ഗണിക. അപ്പൊ അതും തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഗണകൻ എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള സ്ത്രീലിംഗം ഏതാണ്? ഗണകൻ ഗണകിയാണ്. ഗണകി, ഗണകിയാണ് ഗണകൻ എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള സ്ത്രീലിംഗ രൂപം. സ്ത്രീലിംഗ രൂപം കിട്ടിയല്ലോ. അപ്പം അതും തെറ്റ് തന്നെയാണ്. അപ്പം ഭഗവാൻ എന്നുള്ളത് ഭവതിയല്ല, ഭഗവതിയാണ്. ഗണകൻ എന്നുള്ളത് ഗണികയല്ല, ഗണകിയാണ്. പിന്നെ ഗണിക എന്ന് പറയുന്ന എന്താണ് പദത്തിനർത്ഥം വേശ്യ അല്ലെങ്കിൽ സെക്സ് വർക്കർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ ഒരു വിപരീതമായിട്ട് അല്ലെങ്കിൽ പുല്ലിംഗമായിട്ട് നമ്മൾ വിടൻ എന്ന് പറയാറുണ്ട്. വേശ്യ, വിടൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് വിധുരൻ, വിധവ. വിധുരൻ എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം തന്നെയാണ് വിധവ എന്ന് പറയുന്നത്. വിധവ എന്ന് പറയുന്ന പദം നമുക്ക് കുറച്ച് സുപരിചിതമാണ്. പക്ഷെ അതിന്റെ വിപരീതം ഏതാണ്, അല്ലെങ്കിൽ വിപരീതമല്ല, ക്ഷമിക്കുക, എതിർലിംഗം ഏതാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. വിധുരൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദൂരൻ. വിദൂരൻ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതല്ല ശരിയായിട്ടുള്ള ദ എന്ന് പറയുന്നത് ധായാണ്, വിദൂരൻ എന്നുള്ളതാണ്. ഇപ്പൊ വിദൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരാണ കഥാപാത്രമാണ്. ഒരു പുരാണ കഥാപാത്രത്തിനെയാണ് നമ്മൾ വിദൂരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാവുന്ന മറ്റൊരു പദമാണ് വിദ്വാൻ, അല്ലേ? വിദ്വാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വിദ്വാന്റെ എതിർലിംഗ രൂപം ഏതാണ്? വിദ്വാൻ വിദുഷിയാണ്, അല്ലേ? വിദ്വാന്റെ എതിർലിംഗ രൂപം എന്ന് പറയുന്നത് വിദുഷിയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഭഗവാൻ ഭഗവതി, ഇനി ഭവാൻ ഭവതി, പ്രേയൻ പ്രേയസി, ഗണകൻ ഗണകി, വിധുരൻ വിധവ, വിദ്വാൻ വിദുഷി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ശരിയായത് ഏതെല്ലാമാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 4ഉം ശരിയാണല്ലേ? എവിടെയാണ് 1ഉം 3ഉം, 1ഉം 2ഉം, 2ഉം 3ഉം, 1ഉം 4. 2ഉം 4ഉം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഈ വരുന്ന പരീക്ഷകൾക്കൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഇട്ടിട്ട് നമ്മളെ തെറ്റിക്കുന്ന ഒരു രീതി PSC കാണിക്കാറുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഓപ്ഷൻസ് നോക്കി മാത്രം ഉത്തരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പരീക്ഷ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഡിഗ്രി മെയിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അടുത്തേക്ക് വരിക. തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അതുപോലെ തന്നെ LDC ഒരു ലോങ് ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം തന്നെ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻസിനെ പറ്റി പറയുന്ന സമയത്ത്, നമ്മുടെ ചലഞ്ചർ ആപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അത്രമാത്രം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഡെയിലിയുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കൊള്ളട്ടെ, മെൻറ്റർഷിപ്പ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പം അതും കൃത്യമായിട്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കാം. അടുത്ത ചോദ്യം, സാർത്ഥകം ശരിയായ വിപരീത പദം ഏത്? സാർത്ഥകം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം ഏത് എന്നുള്ളതാണ് ചോദ്യം. അനർത്ഥം എന്നുള്ളതാണോ? അനർത്ഥകം, നിരർത്ഥകം, അർത്ഥശൂന്യം. ഏതാണ് സാർത്ഥകം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം? ഏതാണ്? സാർത്ഥകം എന്ന് പറയുന്ന പദം എന്താണ്? അർത്ഥത്തോട് കൂടിയത്, നല്ല അർത്ഥത്തോട് കൂടിയത്. എൻ്റെ ജീവിതം
സാർത്ഥകമായി എന്ന് പറയാറുണ്ട്. അർത്ഥപൂർണമായി എന്നുള്ള അർത്ഥത്തിലാണ് സാർത്ഥകം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം, അതിന്റെ വിപരീത പദമായിട്ട് നമ്മൾ പറയുന്നത് നിരർത്ഥകമാണ്. എൻ്റെ എന്താണ് പ്രതീക്ഷകളെല്ലാം നിരർത്ഥകമായി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിരർത്ഥകമായി പോയി എന്ന് പറയാറുണ്ട്. എൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി നമ്മൾ പറയത്തില്ല, അതുപോലെ തന്നെ നിരർത്ഥകമായി നമ്മൾ പറയാറുണ്ട്. എന്താണ് അർത്ഥശൂന്യമായി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം സാർത്ഥകം, നിരർത്ഥകം, അത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ദൃഢം, ദൃഢം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ദൃഢം, ദൃഢം ശിഥിലം അല്ലേ? ദൃഢം ശിഥിലം. അങ്ങനെയാണെങ്കിൽ സഫലം എന്താണ്? സഫലം, സഫലം, സഫലം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? സഫലം, വിഫലം എന്നാണ് അല്ലേ? വിഫലം. എന്റെ ശ്രമങ്ങളെല്ലാം സഫലീകരിച്ചു എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി പോയി. അപ്പോൾ ദൃഢം ശിഥിലം, സഫലം, വിഫലം. അതുപോലെ തന്നെ ദീർഘം, ദീർഘം എന്താണ്? ദീർഘം, ദീർഘം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ദീർഘം, ദീർഘം, ദീർഘം ഹ്രസ്വമാണല്ലേ? ഹ്രസ്വം, ഹ്രസ്വം, ഹ്രസ്വം. ഇപ്പൊ ദൃഢം, ശിഥിലം, സഫലം, വിഫലം, ദീർഘം, ഹ്രസ്വം. അതുപോലെ തന്നെ വാച്യം, വാച്യം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? വാച്യം. നമ്മൾ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും പഠിക്കാറുണ്ടല്ലേ? വാച്യം വ്യംഗ്യമാണല്ലേ? വ്യംഗ്യം. വാച്യം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? വാച്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ വാച്യം എന്ന് പറയുന്നത്. വാച്യാർത്ഥ പ്രയോഗങ്ങൾ എന്ന് പറയാറുണ്ട്. എന്നാൽ വ്യംഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നേരിട്ടൊന്നും മനസ്സിലാവത്തില്ല, അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം, നേരിട്ട് പറയുന്ന അർത്ഥമാണ് വാച്യമെങ്കിൽ അതിനേക്കാൾ ആ വാക്കുകൾക്കപ്പുറത്തേക്കുള്ള നമ്മൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളെന്നോ അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള അർത്ഥം എന്ന് പറയാറില്ലേ, അതിനെയാണ് നമ്മൾ വ്യംഗ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പദമാണ് സരസം. സരസം എന്നാണ് സരസം, സരസം, സരസം എന്നുള്ളതിന്റെ വിപരീതം എന്താണ്? സരസം വിരസം അല്ലേ? വിരസം, വിരസവേളകൾ ആനന്ദകരമാക്കൂ എന്ന് പറയാറുണ്ട്, വിരസം. എന്നാൽ സരസമാണ് അതിന്റെ വിപരീതം. അപ്പം സരസം, വിരസം, വാച്യം, വ്യംഗ്യം എന്നിവ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൂട്ടത്തിൽ പെടാത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ അർത്ഥം കൊണ്ട് ഒരുപോലെയുള്ള പദങ്ങളായിരിക്കും തന്നിരിക്കുന്നത്, അതിൽ ഒന്ന് മാത്രം കൂട്ടത്തിൽ പെടാത്തതായിരിക്കും. അപ്പൊ അത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഹേമം, ഹിമം, ഹിരണ്യം, ചാമീകരം. ഏതാണ് കൂട്ടത്തിൽ പെടാത്ത പദം ഈ കൂട്ടത്തില്? ഹേമം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? ഹേമം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം സ്വർണം എന്നാണ്. ഹിമം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? മഞ്ഞ് എന്നുള്ളതാണ്. ഹിരണ്യം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? ഹിരണ്യം എന്ന് പറയുന്ന പദത്തിന് അർത്ഥവും എന്ത് തന്നെയാണ്? സ്വർണം എന്നാണ്. സ്വർണം. ഇനി ചാമീകരമോ? ചാമീകരവും സ്വർണം തന്നെയാണ്. ഇത് കൂടാതെ തന്നെ തങ്കം, പിന്നെന്താണ്? സ്വർണം, തങ്കം, അതുപോലെ തന്നെ കനകം, കാഞ്ചനം, ഇവയെല്ലാം തന്നെയും സ്വർണത്തിന്റെ മറ്റു പദങ്ങളാണ്. സ്വർണം എന്നർത്ഥം വരുന്ന മറ്റു പദങ്ങളാണ്. ഇവിടെ ഹിമം എന്നുള്ള പദമാണ് കൂട്ടത്തിൽ പെടാതെ നിൽക്കുന്നത്. കാരണം മറ്റുള്ളവയുടെയൊക്കെ അർത്ഥം സ്വർണമാകുമ്പോൾ ഹിമം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് മഞ്ഞെന്നാണ്. തുഷാരം, നീഹാരം എന്നിവയൊക്കെ മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ ഹേമം, ഹിരണ്യം, ചാമീകരം, തങ്കം, കനകം, എന്താണ് കാഞ്ചനം, ഇവയെല്ലാം തന്നെ ഒരേ ഒരു അർത്ഥമാണ്. എന്താണ്? സ്വർണം, ഗോൾഡ് എന്നുള്ള അർത്ഥമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആവിഷ്കാര സ്വാതന്ത്ര്യം വിഗ്രഹിച്ചെഴുതാനാണ്. ആവിഷ്കാരമാകുന്ന സ്വാതന്ത്ര്യമാണോ? ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണോ? ആവിഷ്കാരവും സ്വാതന്ത്ര്യവുമാണോ? ആവിഷ്കാരമോ സ്വാതന്ത്ര്യമോ? ഇതിലേതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? ഏതാണ്? ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ? ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം നോക്കാം. കിട്ടിയല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഏത്? സന്ധ്യ എന്ന രൂപമാണ് ചേർത്തെഴുതുക, പിരിച്ചെഴുതുകയായിട്ട് ബന്ധപ്പെട്ട്.
പൂ അധികം അമ്പ് പൂവമ്പ്. ശരിയാണോ? പിൻ അധികം പാട് പിൻപാട്. പുതു അധികം കലം ആണേ. പുതു അധികം കലം പുതുക്കലം. അബ് അധികം ജം അബ്ജം. ഇതിൽ ഏതാണ് തെറ്റായത് എന്നുള്ളതാണ് ചോദ്യം. തെറ്റായത് എന്നുള്ളതാണ് ചോദ്യം. പൂ അധികം അമ്പ് പൂവമ്പാണോ? പൂ അധികം അമ്പ് പൂവമ്പ് തന്നെയാണ്. പൂ അധികം അമ്പൻ പൂവമ്പൻ കാമദേവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ പൂവമ്പ് ശരിയായത് തന്നെയാണ്. ഇനി പിൻ അധികം പാട്. പിൻ അധികം പാട് പിൻപാട് അല്ല, പിൽപ്പാടാണ്. പിൻ അധികം പാട് പിൽപ്പാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. പിൽപ്പാട്. ഓക്കെ. പുതു അധികം കലം പുതുക്കലം തന്നെയാണ്. ദിത്വസന്ധി വരിക പുതുക്കലം തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അബ് അധികം ജം എന്ന് പറഞ്ഞാൽ അബ്ജം തന്നെയാണ്. അബ് എന്ന് പറയുന്ന വാക്കിന് ജലം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അപ്പൊ ജലത്തിൽ നിന്ന് ജനിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അബ്ജം. അബ് അധികം ജം അബ്ജമായിട്ടാണ് മാറുന്നത്. അപ്പൊ അതും ശരിയായിട്ടുള്ളത് തന്നെയാണ്. അപ്പ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജലം എന്നുള്ളതാണ്. ഒരിക്കലും ചോദിച്ചാണ് അപ്പ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്. അപ്പ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ജലം എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പം 2ഉം 4ഉം ഉണ്ട്. രണ്ടു മാത്രമാണ് ഇവിടെ തെറ്റായി വരുന്ന ഉത്തരം. അപ്പൊ പിൻ അധികം പാട് പിൽപ്പാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അനുഗ്രഹീത, അനുഗ്രഹീത, അനുഗ്രഹിത, അനുഗ്രഹീത. ഇതിലേതാണ് ശരിയായിട്ടുള്ള അവിടെ വിട്ടുപോയ ഭാഗത്തുള്ള പദം ഏതാണെന്ന് ചോദ്യം. പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഏതാണ്? അനുഗ്രഹം എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലെ? അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. എന്നാൽ അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അനുഗ്രഹീതൻ എന്നല്ല, അനുഗ്രഹീത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അനുഗ്രഹീതൻ ആന്റണി എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അനുഗ്രഹീതൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരനാണ് യേശുദാസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അനുഗ്രഹീത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? തവള, പരിച, ദുഃഖം, ഇളം പുല്ല്. ഇതിലേതാണ് ഷഷ്പം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ഷഷ്പം? ഷഷ്പം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് ഇളം പുല്ല് എന്നുള്ളതാണ്. ഷഷ്പം ഇളം പുല്ല്. ഇനി തവള എന്ന് പറയുന്ന പദത്തിന് നമ്മൾ മണ്ഡൂകം എന്ന് പറയാറുണ്ട് അല്ലെ? മണ്ഡൂകം തവളയാണ്. മണ്ഡൂകം തവളയാണ്. പരിചയുടെ മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ്? പരിച, അത് നമ്മൾ ഫലകം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഢാലം, ഢാലം എന്ന് പറഞ്ഞാലും, ഢാലം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? പരിച എന്നുള്ളത് തന്നെയാണ്. ഇനി ദുഃഖം, ദുഃഖത്തിന് നമ്മൾ സങ്കടം, അതുപോലെ തന്നെ വ്യസനം, വ്യസനം, അതുപോലെ തന്നെ വ്യഥ അല്ലെ? വ്യഥ, വ്യഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം എന്നുള്ള അർത്ഥമാണ്. എന്നാൽ വൃഥ, വൃഥ ശ്രദ്ധിക്കണേ, വൃഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ, വെറുതെ എന്ന് പറയുന്ന അർത്ഥമാണ് വൃഥ. അപ്പൊ ചെറിയൊരു ചിഹ്നത്തിന്റെ വ്യത്യാസത്തിൽ അർത്ഥ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ രണ്ട് ചിഹ്നങ്ങളും പലരും ഒരുപോലെ ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ വ്യഥ സങ്കടം, വൃഥ വെറുതെ. ഇനി അപ്പം ഇളംപുല്ല് എന്ന് പറഞ്ഞാൽ ഷഷ്പം, ഷഷ്പം ഇളംപുല്ലാണ്. ദുഃഖത്തിന് വ്യസനം, വ്യഥ എന്നിങ്ങനെ അർത്ഥമുണ്ട്. പരിചയ്ക്ക് ഫലം, ഢാലം, ഢാലം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? പരിച എന്ന് തന്നെയാണ്. തവള പര്യായമാണ് മണ്ഡൂകം. കൂപമണ്ഡൂകം, കൂപം എന്ന് പറഞ്ഞാൽ കിണറെന്നും മണ്ഡൂകം എന്ന് പറഞ്ഞാൽ തവളയെന്നും. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിലെ തവള, പുറം ലോകം കാണാത്തവൻ, അല്ലെങ്കിൽ പുറം ലോകത്തിനെ പറ്റി ധാരണയില്ലാത്ത ആൾ എന്നുള്ളത് അർത്ഥമാണ് കൂപമണ്ഡൂകം എന്ന് പറയുന്ന ശൈലിക്ക്, അല്ലെങ്കിൽ കിണറ്റിലെ തവള എന്നാണ് ആ ശൈലിയുടെ ഒരു മലയാള ഭാഗം. ഓക്കെ, അപ്പം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം.
ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇതും പ്രീവിയസ് ആണ്. പുരുഷൻ എന്നാണോ, സ്ത്രീ എന്നാണോ, ഗുരു എന്നാണോ, നപുംസകം എന്നാണോ? നപുംസകം എന്ന് പറയുന്ന പദത്തിന്റെ മറ്റൊരു പദമാണ്, അല്ലെങ്കിൽ അർത്ഥമാണ് ക്ലീബം എന്ന് പറയുന്ന പദത്തിനുള്ളത്. അപ്പൊ ക്ലീബം നപുംസകം എന്നുള്ളതാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? വീരസേനന്റെ പുത്രൻ. വീരസേനന്റെ പുത്രൻ ആരാണ്? വീരസേനിയാണോ, വൈരസേനിയാണോ, വീരസേനനാണോ, വൈരസേനനാണോ? വീരസേനന്റെ പുത്രൻ ആരാണ്? വൈരസേനിയാണ്. അതുപോലെ തന്നെ വൈരസേനി എന്ന് ചോദിച്ചിട്ട് വീരസേനന്റെ പുത്രൻ എന്നൊക്കെ ഉള്ളത് പറയാറുണ്ട്. അപ്പൊ വൈരസേനി എന്ന് പറഞ്ഞാൽ വീരസേനന്റെ പുത്രൻ എന്നുള്ള അർത്ഥമാണ്. വൈരസേനി എന്ന് പറയുന്ന ആളിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മഹാഭാരത കഥയിലെ നളചരിതവുമായിട്ട് ബന്ധപ്പെട്ട് നിഷധ രാജ്യത്തെ രാജാവായിട്ടുള്ള നളനാണ് വൈരസേനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വീരസേനന്. വീരസേനന്റെ പുത്രനായതുകൊണ്ടാണ് വൈരസേനി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ വൈരസേനി എന്ന് പറഞ്ഞാൽ നളൻ എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ നിഷധ രാജ്യത്ത് രാജാവായതുകൊണ്ട് തന്നെ നൈഷധൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അതുപോലെ തന്നെ കുന്തിയുടെ പുത്രനെ നമ്മൾ കൗന്ദേയൻ എന്നാണല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഭീമന്റെ പുത്രി എന്ന് പറയുന്നത് ഭൈമിയാണല്ലേ. അതുപോലെ അത്തരത്തിലുള്ള ഒറ്റപ്പദങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഭീമന്റെ പുത്രി ഭൈമി, അതുപോലെ തന്നെ കുന്തിയുടെ പുത്രൻ കൗന്ദേയൻ, അതുപോലെ തന്നെ ജനകന്റെ പുത്രൻ ജാനകി സീതയുടെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ദ്രുപദന്റെ പുത്രൻ ദ്രൗപദി, നമ്മുടെ പാഞ്ചാലിയുടെ പേരാണ് ദ്രുപദന്റെ പുത്രൻ ദ്രൗപദി. അതുപോലെ തന്നെ മറ്റൊന്നാണ് ദശരഥന്റെ പുത്രൻ ദാശരഥി. നമ്മുടെ രാമനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ദശരഥന്റെ പുത്രൻ ദാശരഥി. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. ശരിയായ വാചകം ഏത് എന്നുള്ളതാണ്. വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ കൂടുതൽ ചെയ്ത് പഠിക്കുക, ശ്രദ്ധിച്ചു മാത്രം ഉത്തരം എഴുതുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വാക്യശുദ്ധി ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയോ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ വാക്യം. അരിയാട്ടിയും നെല്ല് കുത്തിയും കൊടുക്കപ്പെടും. ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. പട്ടിയുണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക. നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കാം. വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയോ ഉണ്ടാക്കുന്നു. വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വവും പട്ടിണിയും ഉണ്ടാക്കുന്നു എന്നോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം രാജ്യത്ത് അരാജകത്വമോ പട്ടിണിയോ ഉണ്ടാക്കുന്നു എന്നോ എഴുതാം. നമ്മൾ ഓ എന്നിവയുടെ ഉപയോഗം ഒരു വാക്യത്തിൽ ഒന്നേപോലെ ആയിരിക്കണം. രണ്ടും കൂടെ ഒരു വാക്യത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാക്യം തെറ്റാണ്. ഇനി അരിയാട്ടിയും നെല്ല് കുത്തിയും കൊടുക്കപ്പെടും. നമ്മുടെ മലയാളത്തിൽ ഈ കൊടുക്കപ്പെടും, ചെയ്തു കൊടുക്കപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമില്ല. പകരം അരിയാട്ടിയും നെല്ല് കുത്തിയും കൊടുക്കും എന്ന് മതിയാവും. നമ്മുടെ പലയും കടകളുടെയൊക്കെ മുന്നിലായിട്ട് മുട്ട കൊടുക്കപ്പെടും, അല്ലെങ്കിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കപ്പെടും, അരി വിൽക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ശരിക്കും വിൽക്കും കൊടുക്കും എന്ന് ഉപയോഗിച്ചാൽ മതി. വിൽക്കപ്പെടും കൊടുക്കപ്പെടും എന്ന് പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാചകവും തെറ്റ് തന്നെയാണ്. ഇനി ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ജനങ്ങളുടെ ജീവിതം ഹർത്താൽ ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള വാക്യം തന്നെയാണ്. പട്ടിയുണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക. ഇവിടുത്തെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഹ്നത്തിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗമല്ല. ഇവിടെ അങ്ങനെ ഒരു ചിഹ്നത്തിന്റെ ആവശ്യമില്ല. പട്ടിയുണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ പട്ടിയുണ്ടോ എന്ന് നോക്കി വീട്ടിൽ പ്രവേശിക്കുക. പട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീട്ടിൽ പ്രവേശിക്കാക്കിയിട്ട് എന്ന് പറയുന്നൊരു പ്രയോഗം വേണ്ട. പട്ടി ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ പട്ടി ഉണ്ടോ എന്ന് നോക്കി വീട്ടിൽ പ്രവേശിക്കുക എന്ന് മതിയായിരിക്കും. ഇവിടെ ഈ ചിഹ്നത്തിന്റെയും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വാക്യവും തെറ്റ് തന്നെയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള വാക്യം ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വാക്യശുദ്ധി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏതൊക്കെ ദോഷങ്ങളാണ്, പുനരുക്തി ദോഷമുണ്ടോ, പൗനരുക്തിയുമുണ്ടോ, അതുപോലെ തന്നെ കൃത്യമായിട്ടാണോ ചിഹ്നങ്ങൾ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓ എന്നിവയുടെ ഉപയോഗം കൃത്യമായിട്ടാണോ, അക്ഷര തെറ്റുകൾ വല്ലതും വന്നിട്ടുണ്ടോ, വാക്യ ഘടനയിൽ വ്യത്യാസമുണ്ടോ, കർത്താവ് കർമ്മം ക്രിയ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണോ വാക്യം ഘടന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്.
ഇതിനകത്ത് കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് പൗനരുക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരേ അർത്ഥത്തിലുള്ള പദം തന്നെ വാക്യത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യയങ്ങളും അതുപോലെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാക്യശുദ്ധി ചെയ്ത് നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പരീക്ഷയെ സമീപിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ VFA പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 20 ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ട് ക്ലാസ്സുകൾ നിങ്ങളുടെ VFA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.